മലയാള സിനിമാ മേഖലയിലെ തർക്കം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ തർക്കങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. ജൂൺ 1 മുതൽ സിനിമാ സമരം, അതായത് നിർമ്മാതാക്കൾ സമരത്തിലേക്ക് എന്ന നിർമ്മാതാവായ ജി സുരേഷ് കുമാറിൻ്റെ വാർത്താ സമ്മേളനത്തിലെ പ്രസ്താവനയാണ് ആന്റണി പെരുമ്പാവൂരിനെ ചൊടിപ്പിച്ചത്. അതിനെതിരെ ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ സമരം സിനിമാ മേഖലയ്ക്ക് ഗുണം ചെയ്തതല്ല, അത് ഭൂരിപക്ഷ അഭിപ്രായമല്ല, സംഘടനയ്ക്കുള്ളിലെ തീരുമാനം എങ്ങനെയാണ് ജി സുരേഷ് കുമാർ ഒറ്റയ്ക്കങ്ങ് പ്രഖ്യാപിക്കുക എന്ന തരത്തിലായിരുന്നു ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് പിന്നാലെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുകയും വിവാദമുയരുകയും ചെയ്തത്. ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച അപ്പോൾ തന്നെ ടൊവിനോ തോമസും ഉണ്ണി മുകുന്ദനും പൃഥ്വിരാജും ഒക്കെ രംഗത്തെത്തുന്നത് കണ്ടു. പക്ഷേ അതിന് പിന്നാലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ ഭൂരിപക്ഷ അഭിപ്രായമാണ് സുരേഷ് കുമാർ പറഞ്ഞത് എന്ന് പറഞ്ഞ ആന്റണി പെരുമ്പാവൂരിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയെങ്കിലും പല കോണുകളിൽ നിന്ന് എതിരഭിപ്രായം ഉയർന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് സിനിമാ മേഖലയുടെ നല്ലതിന് വേണ്ടി നിലനിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. എന്തായാലും ഇതോടുകൂടി നിർമ്മാതാക്കളടക്കം പക്ഷം പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലയാള സിനിമാ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സിനിമാ മേഖലയുടെ ഭാവി ഏത് രീതിയിൽ ബാധിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അജിംസ്, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് താരങ്ങൾ സിനിമ പിടിക്കുന്നതാണ്. താരങ്ങൾ സിനിമ പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയ പ്രധാന മുൻനിര താരങ്ങളെല്ലാം ഇപ്പോൾ സ്വയം പ്രൊഡ്യൂസ് ചെയ്ത് സിനിമ പിടിച്ച് അവർ തന്നെ അഭിനയിക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ല ബിസിനസ്സാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് പെട്ടെന്ന് പറയാൻ കഴിയില്ല. അതായത് അതൊരു മോണോപ്പൊളി സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. മോണോപ്പൊളി എങ്ങനെയാണ് സൃഷ്ടിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുക, ആ പ്രൊഡ്യൂസർ ഒരു താരത്തെ കാസ്റ്റ് ചെയ്യുക, ഒരു ഡയറക്ടറെ കണ്ടെത്തുക, ഒരു പ്രൊജക്ട് ഡിസൈൻ ഉണ്ടാവുകയാണ് അവിടെ. അപ്പോൾ താരത്തെ ചൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറാണ്, ഡയറക്ടറെയും സ്ക്രിപ്റ്റ് റൈറ്ററെയും എല്ലാം ചൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറാവുക എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർക്ക് ഒരു അപ്രമാദിത്തോടെ വരുന്നുണ്ട്, പ്രൊഡ്യൂസറുടേതാണ് സിനിമ എന്ന് വരുന്നുണ്ട്. അതേസമയം ഓരോ താരങ്ങളും സ്വന്തമായി സിനിമ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഈ പ്രൊഡ്യൂസർമാർക്ക് കൊടുക്കാൻ ഈ താരങ്ങൾക്ക് ഡേറ്റ് ഉണ്ടാവില്ല, അവർക്ക് അവരുടെ സിനിമയിൽ അഭിനയിക്കാനേ സമയം ഉണ്ടാവും. വേറൊരു പ്രൊഡ്യൂസർമാർക്ക് അവർ ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രൊഡ്യൂസർമാരുടെ മുമ്പിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പുതുമുഖങ്ങളെ കണ്ടെത്തി സിനിമ എടുക്കേണ്ടി വരും. അത് കുറച്ച് റിസ്കി ജോബാണ്, വിജയിക്കണമെന്നില്ല. ആ റിസ്ക് എടുക്കാൻ പ്രൊഡ്യൂസർമാർ തൽക്കാലം തയ്യാറല്ല എന്നാണ് ഈ പ്രസ്താവനകളിൽ നിന്നും ഈ പ്രസ്താവന യുദ്ധത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാവണം ഏത് ഇൻഡസ്ട്രിയിലും. ആ ഇൻഡസ്ട്രി വിജയിക്കണമെങ്കിൽ ഇന്നോവേറ്റീവായിട്ട് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പുതിയ രീതി, പുതിയ ആളുകൾ, പുതുമയെ പുൽകാൻ തയ്യാറാവണം, എന്നാലേ ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, പരമ്പരാഗതമായി വിജയിച്ചു പോരുന്ന കുറേ നായകന്മാരെ അവരുടെ ഡേറ്റ് കിട്ടിയാൽ മാത്രം ഒരു സിനിമ എടുത്തു കളയാം, അങ്ങനെ അതിനെ വിജയിപ്പിക്കാം, അവരുടെ താരമൂല്യം വെച്ച് വിജയിപ്പിക്കാമെന്ന് നിർമ്മാതാക്കൾ കരുതുന്നു. അതുകൊണ്ട് അവരുടെ അനിഷ്ടം എന്താണ്, മോഹൻലാലോ മമ്മൂട്ടിയോ പൃഥ്വിരാജോ ഉണ്ണി മുകുന്ദനോ ഒന്നും ഇനി സിനിമ എടുക്കരുത്, സിനിമ പ്രൊഡ്യൂസ് ചെയ്യരുത്, പകരം ഞങ്ങൾക്ക് ഡേറ്റ് തരൂ, ഞങ്ങൾ സിനിമ എടുക്കാം എന്നാണ് അവർ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്ന നിർമ്മാതാക്കളിൽ എത്ര പേർ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് ഒരു പുതുമുഖ സിനിമ ഇറക്കാൻ തയ്യാറാവുന്നുണ്ട്? അങ്ങനെയുണ്ടല്ലോ, അങ്ങനെയാണല്ലോ സിനിമയിലേക്ക് ആളുകൾ വരുന്നത്. ഈ താരങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയാണല്ലോ. ഏതൊക്കെയോ നിർമ്മാതാക്കൾ പുതുമുഖങ്ങളെ അഭിനയിപ്പിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചുകൊണ്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും എല്ലാം ഉണ്ടാവുന്നത്. അങ്ങനെയാണല്ലോ. ഇവരെത്ര പേർ, ഈ പറയുന്ന എത്ര പേർ അതിന് ധൈര്യം കാണിക്കുന്നുണ്ട്? ആ റിസ്ക് സിനിമ അവർ കൂടുതലും അവർ അഭിനയിക്കാത്ത സിനിമകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അല്ല, ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്നത് മറ്റു പടങ്ങളാണ്, അവർ അഭിനയിക്കുന്ന പടങ്ങളില്ല എന്നുള്ളത് ശരിയാണ്. ഞാൻ ഫഹദ് ഫാസിലിൻ്റെ പേര് പറഞ്ഞില്ല. ഇവരെത്ര പേർ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. 3, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, കോവിഡിന് ശേഷം മലയാള സിനിമ, ഇന്ത്യൻ സിനിമ എല്ലാം നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഒന്ന്, പ്രേക്ഷകർ ധാരാളമായി ലോക സിനിമകളിൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്വാളിറ്റിയിൽ കുറഞ്ഞ ഒന്നിനോടും അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ല. നമ്മൾ ഇപ്പോൾ ഈ ഇറങ്ങുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അത് വിജയിക്കുന്നു, ലാഭം കൊയ്യുന്നു, അല്ലെങ്കിൽ അത് തവിട് പൊടിയാവാണ്. 10 പൈസ തിയേറ്റർ മുമ്പൊക്കെ ഒരു ആവറേജ് പടം എന്നൊക്കെ പറയുന്നൊരു പടം ഉണ്ടല്ലോ, അതായത് പ്രൊഡ്യൂസറെ സംവിധായകനെ നാണം കെടുത്താത്ത പടങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇന്നങ്ങനെയല്ല, ഒന്നുകിൽ പടം വിജയിക്കുന്നു, ലാഭം കൊയ്യുന്നു, ഇല്ലെങ്കിൽ തൂഫാനാകുന്നു, ഒരു പൈസ കിട്ടുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് പ്രേക്ഷകരുടെ അപ്രോച്ച് മാറി എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, സിനിമ എന്ന കലാരൂപം തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തിൽ ഈ റീൽസിൻ്റെ കാലത്ത് 2.5 മണിക്കൂർ നമ്മളവിടെ പോയി ക്ഷമിച്ചിരുന്നത് കാണേണ്ട കാര്യം പ്രേക്ഷകരില്ല. കാരണം എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, ഇതെല്ലാം എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. നമ്മൾ സിനിമയിൽ കാണുന്ന എൻ്റർടൈൻമെൻ്റാണ്, റീൽസിൽ കാണുന്ന എൻ്റർടൈൻമെൻ്റാണ്. നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് സിനിമ കാണുന്നതെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സിനിമ മാത്രമല്ല ഒരു ഉപാധി എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ഒരാളെ സംബന്ധിച്ച് എവിടെയും തിയേറ്ററിൽ പോകാതെയും വീട്ടിലിരുന്നുമൊക്കെ അയാളുടെ സമയം കൊല്ലാനും അയാൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള ഉപാധികൾ ഇന്ന് ധാരാളമുണ്ട്.
എന്നിരിക്കെ നമ്മൾ ഫാമിലിയായി പോയി 1000-1500 കൊടുത്ത് സിനിമ കണ്ട് ഈ സിനിമകളെയൊക്കെ അങ്ങ് വിജയിപ്പിച്ചു കളയുന്ന ഒരു പ്രേക്ഷകനും വിചാരിക്കില്ല. അപ്പോൾ ഇവിടെ തിരുത്തേണ്ടത് യഥാർത്ഥത്തിൽ നിർമ്മാതാക്കൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അവർ ഈ സുരേഷ് കുമാറിൻ്റെ വാർത്ത സംബന്ധിച്ചൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, താരങ്ങൾ റേറ്റ് കുറയ്ക്കണം, വേതനം കുറയ്ക്കണം. മെയിൻ ആവശ്യം നേരത്തെ ഉയർന്നതാണല്ലോ. അപ്പോൾ വിൻസെൻ്റ് വാൻ ഗോഗിനോട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിത്രപ്രദർശനം കണ്ടിട്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇതിൻ്റെ വിലയൊന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇനി വിൻസെൻ്റ് വാൻ ഗോഗ് ഒരു പടം വരച്ചു, അല്ലെങ്കിൽ ലിയാനോഡോ ഡാവിഞ്ചി ഒരു പടം വരച്ചു, ഞാനും ഒരു പടം വരച്ചു, ഞങ്ങൾ രണ്ടുപേരെയും ചിത്രങ്ങളാണ്, ഞങ്ങൾക്ക് തുല്യ വേതനം വേണം എന്നൊരാൾ പറയുന്നത് പോലെ തന്നെ മണ്ടത്തരാണ് അവരോട് വേതനം കുറയ്ക്കാൻ പറയുന്നത്. അവർക്ക് വേതനം കൂട്ടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ വാല്യൂ ഉള്ളതുകൊണ്ടാണ്. അതാദ്യം മനസ്സിലാക്കണമല്ലോ. അപ്പോൾ എന്ന് മാത്രമല്ല, മാത്രം വരയ്ക്കാൻ കഴിയുന്ന ഒരു നില ഇവിടെ ഉണ്ടായിക്കൂടാ, അതാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, കുറേ കൂടി പുതുമയെ പുൽകാൻ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാകണം. ഈ പരമ്പരാഗത നടന്മാരും താരങ്ങളെയും വെച്ച് മാത്രമല്ല പടം വിജയിക്കുക, പുതുമുഖങ്ങളെ വെച്ച് പടം വിജയിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താരങ്ങൾ ഡേറ്റ് തരുന്നില്ല, താരങ്ങളില്ല എങ്കിൽ പുതുമുഖങ്ങളെ തേടി പോവുക. സിനിമ പുതിയ വഴി തേടി പോട്ടെ, പുതിയ വഴികളിലൂടെ സഞ്ചരിക്കട്ടെ എന്ന് നിർമ്മാതാക്കൾ അങ്ങ് തീരുമാനിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ താരങ്ങളുടെ റേറ്റ് കുറയ്ക്കാൻ പറയുമ്പോൾ സ്വന്തം വീട്ടിലുള്ള താരങ്ങളൊക്കെ റേറ്റ് കുറയ്ക്കുന്നുണ്ടോ എന്നുകൂടി ഈ നിർമ്മാതാക്കൾ ആലോചിക്കുക. അതാണ് വേണ്ടത്. യെസ്, നിഷാദ്, താരങ്ങൾ വേതനം കുറയ്ക്കണം, താരങ്ങൾ സിനിമ പിടിക്കരുത് എന്ന തരത്തിൽ ഈ ചർച്ചകൾ നടക്കുന്നത്, രണ്ട് പക്ഷം പിടിച്ച് ചേരുന്നതൊക്കെ മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യുമോ? അല്ലേ, മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്നത് മലയാള സിനിമയുടെ ഏതെങ്കിലും അടിസ്ഥാനപരമായ അതിജീവനത്തെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന വ്യക്തിപരമായ അഭിപ്രായം എനിക്കില്ല. പടം നിർമ്മിക്കും, നല്ല പടങ്ങൾ ആരുണ്ടാക്കിയാലും നമ്മൾ പോയി ചിലപ്പോൾ കണ്ടുവന്നിരിക്കും, അങ്ങനെ പടം വിജയിക്കും. നല്ല പടങ്ങൾ ഉണ്ടാക്കാതെ വേറെ എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് വഴി മലയാള സിനിമയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മലയാള സിനിമ ഗുരുതരമായ കുഴപ്പത്തിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. മലയാള സിനിമ അതിൻ്റെ ഏറ്റവും പുഷ്കലകാലത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ടിരുന്ന് പറഞ്ഞു ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ രാവിലെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിയ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ എത്ര നല്ല സിനിമയാണ്, നല്ല പടങ്ങൾ വരുന്നു, നല്ല പോലെ സ്വീകരിക്കപ്പെടുന്നു. അപ്പോൾ നല്ല സിനിമ ഉണ്ടാക്കുന്നു, നല്ല സിനിമ ആൾക്കാർ കാണുന്നു, എന്താ ഇവിടെ പ്രശ്നം? മോശം സിനിമ കാണാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇന്നിപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു സർക്കാർ ഭയങ്കരമായ നികുതി കൂട്ടിയിരിക്കുകയാണ്, അപ്പോൾ ഭയങ്കരമായ എക്സ്പെൻസ് കൂടി, അപ്പോൾ ആളുകൾ വിജയിച്ചു എന്ന ഫീലുള്ള സിനിമ മാത്രം കാണാനേ വരുന്നുള്ളൂ, അല്ലാത്ത സിനിമകൾ കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നില്ല. സാധാരണ നിലയ്ക്ക് പണ്ടൊക്കെ ആൾക്കാർ ഒരു സിനിമ കാണാൻ പോകും, ഏതെങ്കിലും ഒരു സിനിമ കാണാം, വീക്കിലി ഒരു സിനിമ കാണാമെന്നൊക്കെ തീരുമാനിക്കുമല്ലോ. ഇപ്പോൾ എല്ലാ വീക്കും ആൾക്കാർ സിനിമ കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു 10 സിനിമ ഇറങ്ങിയാൽ അതൊരു പടം വിജയിച്ചു എന്നൊരു വലിയ മൗത്ത് പബ്ലിസിറ്റി വന്നാൽ ആ പടം നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇറങ്ങുന്ന എല്ലാ പടം കണ്ടേക്കാം എന്നൊരു നില സിനിമാ ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരല്ലാതെ മറ്റാരും കാണുന്നില്ല. അപ്പോൾ അത് ലിസ്റ്റിൽ ഉന്നയിക്കുന്ന ഒരു കച്ചവട പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ചിലവൊരു പ്രശ്നമാണ് അതിനകത്ത്. ഭയങ്കരമായ ചിലവ് കൂടിയപ്പോൾ ആളുകൾ ഭയങ്കര ചൂസ് ചെയ്യായി. അവർക്ക് ഇഷ്ടമുള്ള വിജയിച്ചെന്ന് ഉറപ്പുള്ള ഒരു പടം മാത്രം കാണാനേ അവർ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കണം എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? നല്ല പടവർക്ക് അല്ലാതെ അതിജീവിക്കാൻ കഴിയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂവിനെ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് അവർ ആദ്യം ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. രണ്ടാമത്തത് ഈ പറഞ്ഞ ഇന്നിപ്പോൾ ലിസ്റ്റിൻ പ്രത്യക്ഷപ്പെട്ടത് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് തീരുമാനം എടുത്തത്, ആ തീരുമാനം അടുത്ത ജൂണിൽ നടപ്പിലാക്കാൻ പോകുന്നതാണ്. അതിനിടയിൽ ഒരുപാട് ചർച്ചകളുടെ സ്കോപ്പുണ്ട്. അതിനർത്ഥം നാളെ അങ്ങോട്ട് സമരം തുടങ്ങുന്നു എന്നുള്ളതല്ല. ആൻ്റണി ചേട്ടനെ ഞങ്ങൾ ആ പരിപാടിയിലേക്ക് വിളിച്ചിരുന്നു, അദ്ദേഹം തിരക്കുകൊണ്ട് പങ്കെടുക്കാതിരുന്നതാണ്. അദ്ദേഹത്തിന് ഇതിനോട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. സുരേഷ് കുമാർ ചേട്ടൻ പറയുന്നതും ശരിയാണ്, ഇദ്ദേഹം പറഞ്ഞതും ശരിയാണ്. അങ്ങനെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം ഒഴിവാക്കി അതിനെ ഒരു സമവായത്തിൽ കൊണ്ടുപോകാൻ ലിസ്റ്റിൻ ശ്രമിക്കുന്നുള്ള ഇന്നിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് സുരേഷ് കുമാർ പറഞ്ഞെന്താണ്, 4 കോടി രൂപ ബജറ്റിൽ തീരേണ്ട പടം 20 കോടിയിൽ എത്തിച്ചൊരു സംവിധായകൻ ഒരു നിർമ്മാതാവിനെ പശുത്തൊഴുത്തിൽ താമസിക്കേണ്ട നിലയിലേക്ക് കൊണ്ടുപോയി. ആ സംവിധായകൻ ഇപ്പോൾ ചെയ്യുന്ന പടം ലിസ്റ്റിൻ്റെ പടമാണ്. അപ്പോൾ ആ സംവിധായകൻ സുരേഷ് ഈ പറഞ്ഞ എന്താ പറയുക പ്രൊഡ്യൂസർമാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച ആളാണെങ്കിൽ അവനെ കൊണ്ട് പടം ചെയ്യിപ്പിക്കണം ഇവർ തീരുമാനിക്കല്ലേ വേണ്ടേ? ലിസ്റ്റിനാണ് അടുത്ത വലിയ ബജറ്റുള്ള അയാളുടെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ ആ കാര്യത്തിലൊരു ഏകരൂപത്തിലുള്ള നിലപാട് ഒന്നുമില്ല. ഇവരുടെ ക്രൈസിസ് എന്ന് പറഞ്ഞ സംവിധായകരുടെ ഈ പറയുന്ന ഓവർ കോസ്റ്റ് ആണെങ്കിൽ അവർ അത്തരം ചെയ്യുന്ന ആൾക്കാരെ ശാന്തിയുള്ള ദിനേശ് പറഞ്ഞ പോലെ ബാൻ ചെയ്ത് കളയട്ടെ, 10 വർഷത്തേക്ക് അവനെ ഇനി അടുപ്പിക്കില്ല തീരുമാനിക്കട്ടെ, അവൻ തന്നെ പാഠം പഠിക്കും എന്ന നിലയൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം ഇതെന്താണ്, ഒരു നല്ല സിനിമ എടുക്കാൻ കഴിയുക, ഒരു ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നതിലേക്ക് അവർ ഫോക്കസ് ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ ഒരു വശം കൂടി നമ്മൾ കേൾക്കേണ്ട ഒരു വശമുണ്ട്. നേരത്തെ അജിം പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ മാത്രം സിനിമ എടുക്കുക. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എത്രയോ കാലമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന താരങ്ങളെ വെച്ച് എല്ലാ വർഷവും സിനിമ പ്ലാൻ ചെയ്യുക, അത് കൊണ്ടുവരിക, ആ പടം വിജയിക്കുകയോ അല്ലെങ്കിൽ സമ്മിശ്രമായ പ്രതികരണം നേടുകയോ ഒരു ബിസിനസ്സാണല്ലോ. ആ ബിസിനസ്സുമായി നിൽക്കുന്ന കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്ക് ജോലി ചെയ്യാൻ ഇടമില്ലാതാവുന്ന എന്നൊരു ഇഷ്യൂ സൃഷ്ടിക്കപ്പെടുന്നതാണ് അവരുടെ കൺസേൺ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മോഹൻലാലിൻ്റെ പടത്തിൽ മാത്രം അഭിനയിക്കുന്നു. മോഹൻലാലിൻ്റെ അടുത്ത ആളായിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂർ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ഓഫ് സംഗതികളെ കൊണ്ടു നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഗതികൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ അവരുടെ പ്രൊഡക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. ബാക്കിയുള്ളവർക്ക് പെരുമാറാൻ സ്പേസ് ഇല്ല. അപ്പോൾ ആ ഒരു ജനാധിപത്യ പ്രശ്നം അതിനകത്തുണ്ടാവുമല്ലോ.
അതും ഒരു ഘടകമായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കാൻ വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതും എനിക്ക് തോന്നുന്ന ഒരു ഘടകമാണ്. ആളുകൾക്ക്, പ്രൊഡ്യൂസേഴ്സിന് മറ്റ് പ്രൊഡ്യൂസർമാർക്ക് അവരുടെ ബിസിനസ് നടത്താനുള്ള സ്വാഭാവികമായ ഇടം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അത് ഞാൻ പറഞ്ഞു കേൾക്കേണ്ടതാണ് എല്ലാവരും. കാരണം ഈ പ്രൊഡ്യൂസേഴ്സൊക്കെ കൂടിയാണല്ലോ ഇവരെയൊക്കെ കൊണ്ടുവന്നതും, അല്ലെങ്കിൽ ഇവർ അഭിനയിക്കാത്ത മറ്റ് സിനിമകളൊക്കെ ചെയ്യുന്നവരല്ലേ. അപ്പോൾ അതൊരു ഇൻഡസ്ട്രിയുടെ ഒരു കച്ചവടത്തിൻ്റെ പ്രശ്നമാണ്. ആ കച്ചവടത്തിൻ്റെ പ്രശ്നത്തെ കേൾക്കാൻ ഐ തിങ്ക് മോഹൻലാലിനും മമ്മൂട്ടിക്കും പൃഥ്വിരാജിനും ഫഹദ് ഫാസിലിനും എല്ലാവർക്കും ബാധ്യതയുണ്ട്. കാരണം ഇൻഡസ്ട്രി അവർ മാത്രം കൊണ്ട് നിലനിർത്തുന്ന ഒന്നല്ല. നാളെ അവർ പ്രൊഡക്ഷൻ നിർത്തിയാലും ഈ ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. മുന്നോട്ട് പോകുന്നത് എന്തിനാണ്? അതിനകത്ത് അടിസ്ഥാന വർഗ്ഗക്കാരായ ഒരുപാട് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളുടെ അതിജീവന പ്രശ്നമാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇവർ ഡിസ്കസ് ചെയ്തിട്ടൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ആഫ്റ്റർ ഓൾ നല്ല പടം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഏത് മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ചിട്ടും ഏത് വലിയ വമ്പൻ ലൈക്ക പ്രൊഡക്ഷൻസ് വന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് നല്ല പടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രധാന കാര്യമാണ്. ഗവൺമെൻറ്റിന് ടാക്സൊക്കെ ഉണ്ടാകും. ഗവൺമെൻറ് ടാക്സിനെ കുറിച്ച് എപ്പോഴും നിലവിളി. എല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ട്. ഞാനും അജിംസും എല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ട്. സർക്കാരിന് കൊടുക്കണം, ടാക്സ് കൊടുക്കേണ്ടി വരും. ടാക്സ് കൊടുക്കാതെ നമുക്കിപ്പോൾ പൂർണ്ണമായ ഇളവ് കൊടുക്കാൻ തക്കവണ്ണം ഒരു നമ്മുടെ ഡേ ടു ഡേ അഫേഴ്സിൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളോ പ്രത്യേക ആവശ്യങ്ങൾക്ക് ഇളവ് കൊടുക്കുമല്ലോ, അങ്ങനെയൊന്നുള്ളതല്ല. സിനിമ ഒരു വിനോദോപാധിയാണ്. കുറച്ച് കൂടുതൽ ടാക്സൊക്കെ അതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പരിദേവനങ്ങൾ ഒഴിവാക്കി നല്ല സിനിമ ഉണ്ടാക്കട്ടെ. യെസ്, അത്രയേ ഉള്ളൂ. ഇവിടെ താരങ്ങൾ വേതനം കുറച്ചതുകൊണ്ടോ താരങ്ങൾ പടം പിടിക്കാതിരുന്നതുകൊണ്ടോ മലയാള സിനിമാ മേഖല അത് രക്ഷപ്പെടും എന്നൊന്നും പറയാൻ കഴിയില്ല. നല്ല സിനിമകൾ വരട്ടെ. നല്ല സിനിമകൾ ആരെടുത്താലും ആരഭിനയിച്ചാലും കാണാൻ ആളുണ്ടാകുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.